ഏതാനും കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പാക്ക്, ഒരു ടാൻ പാക്ക് നമുക്ക് കൊടുക്കാം. ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകിയെടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിലി സ്കിൻ ആണെന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി വാം വാട്ടറിൽ തുടച്ചെടുക്കണം. ഈ പഞ്ചസാരയുടെ തരി ഇങ്ങനെ തന്നെ ഇത് പലിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ തരി വേണം, എങ്കിലേ നമുക്ക് സ്ക്രബിങ് വരത്തുള്ളൂ. ഹലോ, ഐ ആം സന്ധ്യ വിക്രം, ഇൻസ്പയർ ബ്രൈഡൽ സ്റ്റുഡിയോ, കരമന, ട്രിവാൻഡ്രം. എൻ്റെ ഒരു കസ്റ്റമറായിട്ട് വന്നിരിക്കുന്നത് അനീഷയാണ്. അനീഷ സ്വന്തമായിട്ട് പരിചയപ്പെടുത്തും. ആരാ? അതെ, ഞാൻ ആങ്കറാണ്, വോയിസ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ എൻ്റെ ഒരു വർക്ക് ഷെഡ്യൂളിൽ എനിക്ക് എപ്പോഴും എൻ്റെ സ്കിന്ന് നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സ്കിന്നിന് കുറച്ച് ടാൻ ഉണ്ട്, അതുപോലെ സ്കിന്നിന് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. ഇവിടെ പിമ്പിൾസും ഒക്കെ വന്നിട്ടുണ്ട്. ഡ്രൈ സ്കിന്നാണ്. അപ്പം ഒരു നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ് എൻ്റെത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും പാർലറിലേക്ക് വരാൻ പറ്റില്ല. ചേച്ചിക്ക് എന്നെ അറിയാം, മിക്കവാറും ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്യാണ് ചെയ്യാറ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നാച്ചുറായിട്ട്, അതായത് ഒരു സൈഡ് എഫക്ട്സും വരാത്ത എന്തൊക്കെ പ്രോഡക്ട്സ് എൻ്റെ ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റും? അതെ, എനിക്ക് പുറത്തുനിന്ന് പറഞ്ഞു തരാനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പ്രോഡക്റ്റ് പറഞ്ഞു തരാൻ പറ്റും. പക്ഷേ അനീഷയെ സംബന്ധിച്ചിടത്തോളം പാർലറിൽ വരാത്തത് കൊണ്ടും ഒട്ടും സമയമില്ലാത്തത് കൊണ്ടും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച്, ഏതാനും നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഏതാനും കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പാക്ക്, ഒരു ടാൻ പാക്ക് നമുക്ക് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് കോഫി പൗഡർ എടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, ഒരു ടൊമാറ്റോ, അതിൻ്റെ കൂടെ ഒരു 2-3 ഡ്രോപ്പ് ലെമൺ. ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ പാലാണ് മിക്സ് ചെയ്യുന്നത്. ഓയിൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തൈര് ഇതിന് പകരം മിക്സ് ചെയ്യാം. ഇത് ഞാൻ മുഴുതാണി മിട്ടി പാലിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പഞ്ചസാരയ്ക്ക് തരി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടാൻ പാക്കാണ്. ഇപ്പോൾ ഔട്ട്ഡോർ ഷൂട്ടോ അല്ലെങ്കിൽ പുറത്തുള്ള ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് പാക്കാണ്. ഇനി ഇതിനൊരു സ്ക്രബും കൂടെ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പാലെടുക്കുക, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, ഇതിൻ്റെ അകത്ത് കോഫി പൗഡർ മിക്സ് ചെയ്യുക. ഇത് ചെറിയ പാക്കറ്റാണ്, അത് ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ സ്ക്രബ്. നമുക്ക് ക്ലെൻസിങ്ങിന് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് പാലും കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് ക്ലെൻസ് ചെയ്യും. അനീഷയുടെ സ്കിന്ന് നല്ല ഡ്രൈനെസ് ഉണ്ട്, നമുക്ക് ക്ലെൻസ് ചെയ്യാം. നമ്മൾ ഈ ക്ലെൻസിങ് കഴിയുമ്പം തന്നെ കാണാൻ പറ്റും നല്ലൊരു റിസൾട്ടാണ്. എന്നിട്ട് നമുക്ക് തുടച്ചെടുക്കാം. നമുക്ക് അത്യാവശ്യം പുറത്തൊക്കെ ഷൂട്ടുള്ള സമയത്തോ നല്ല വെയിലിലൊക്കെ പോയിട്ട് വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാക്കാണിത്. നമുക്കിനി സ്ക്രബ് ചെയ്യാം. ഒരു ഷുഗറും പാലും കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്തതാണ് സ്ക്രബ്. ഈ പഞ്ചസാരയുടെ തരി ഇങ്ങനെ തന്നെ ഇത് പലിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ തരി വേണം, എങ്കിലേ നമുക്ക് സ്ക്രബിങ് വരത്തുള്ളൂ. നല്ല വലിയ തരിയുള്ള പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നത് നന്നായിരിക്കും. ഫൈൻ പൗഡറായി പോകാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളായതുകൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോഫി പൗഡറും പാലും ഒക്കെ എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങളല്ലേ. നന്നായിട്ട് സ്ക്രബ് ചെയ്യാം.
നമുക്ക് ഡെഡ് സെൽസ് കൂടുതൽ വരുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നമുക്ക് ഈ മൂക്കിൻ്റെ ഈ ഭാഗത്തായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് അതൊക്കെ ഒന്ന് മാറ്റാം. നമുക്ക് ഈ പഞ്ചസാരയുടെ തരി ഒന്ന് മാറുന്നത് വരെ സ്ക്രബ് ചെയ്യാം. ഇപ്പോൾ കുറേ നാൾ നമ്മൾ ഫേഷ്യൽസ് ഒന്നും ചെയ്യാതിരുന്നിട്ട് ഒരു ഫേഷ്യൽ ചെയ്യാൻ പാർലറിൽ പോവുകയാണെങ്കിൽ പോലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടാൻ ഫേഷ്യൽ തന്നെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. ഭയങ്കര റിസൾട്ടാണ്. ഇപ്പോൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ടാൻ ഫേഷ്യലാണിത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യും. അപ്പോഴത്തേക്കും നമ്മൾ നിർത്തുക. നമുക്കിനി നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന പാക്ക് ഇടാം. ടൊമാറ്റോയും ലെമണും പാലും കോഫി പൗഡർ എല്ലാം കൂടെ ഇട്ടുള്ള പാക്കാണ്. നമ്മൾ നല്ല ചൂടിലൊക്കെ പോയി വന്നിട്ട് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ അറ്റ് എ ടൈം റിസൾട്ട് കിട്ടും. ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്. ഈ പാക്ക് ദിവസം ഇടുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. വീക്കിലി 2 ടൈംസോ 3 ടൈംസോ ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെമൺ മിക്സ് ചെയ്യാം. ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന പാക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെമൺ മിക്സ് ചെയ്യരുത്. ഒട്ടും പാർലറിൽ പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് പെട്ടെന്നൊരു ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ടാനിൻ്റെ മാത്രമല്ല നല്ലൊരു ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പാക്കും കൂടെയാണ്. കഴിവതും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പം കഴിവതും ഫ്രിഡ്ജിൽ അങ്ങനെ വച്ച് യൂസ് ചെയ്യരുത്. അതിനൊക്കെ അല്ലാതെ കുറേ സംഭവങ്ങൾ നമ്മൾ ഐസ് ക്യൂബൊക്കെ ആക്കിയിട്ട് വെക്കുന്ന വേറെ കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനത്തെയൊക്കെ ഫേഷ്യൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആക്കി വെക്കുന്നതിൽ കുഴപ്പം. ഇത് കഴിവതും നമ്മളിങ്ങനെ ഡയറക്റ്റായിട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് അധികം പണിയെടുക്കാത്തൊരു സംഭവമല്ലേ. നമ്മളിതിൻ്റെ അകത്ത് കോഫി പൗഡർ, പാല്, കുറച്ച് ടൊമാറ്റോ നീര്, അതായത് ഒരു ഹാഫ് ടൊമാറ്റോ നീര്, ഒരു 4-5 ഡ്രോപ്പ് ലെമൺ. അത് നമ്മൾ ലെമൺ യൂസ് ചെയ്യുന്നത് ഡ്രൈനെസ് കൂടുതലുള്ള ആൾക്കാർ, ഭയങ്കര കൂടുതലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെമണിൻ്റെ അളവ് കുറയ്ക്കണം. നല്ല ഓയിലി സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലെമൺ ഇച്ചിരി കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല. എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടല്ല, ഒരു ഫുള്ളൊന്നും പിഴിഞ്ഞൊഴിക്കരുത്. ഒരു 3-4 ഡ്രോപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ അകത്ത് കുറച്ച് പഞ്ചസാര. നമ്മൾ പാക്ക് എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്യണം. നമ്മളിതിൻ്റെ സ്ക്രബിൽ നമ്മൾ നല്ല അത്യാവശ്യം നല്ല കുറച്ച് തരിയുള്ള, കാരണം സ്ക്രബ് ആകുമ്പോൾ അറിയാമല്ലോ നമുക്കിങ്ങനെ റബ്ബ് ചെയ്യാൻ പാകത്തിന് കുറച്ച് തരിയുള്ള പഞ്ചസാര നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ പാക്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ മുൾതാണി മിട്ടിയും കൂടെ ചേർത്തിട്ടുണ്ട്. മുൾതാണി മിട്ടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടലമാവ് ചേർക്കാം. നമ്മൾ ഈ ബേസ് മാത്രം ഉദ്ദേശിക്കണമെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ടെസ്റ്റിൽ കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുൾതാണി മിട്ടി യൂസ് ചെയ്യുന്നത്. ഒരു 20 മിനിറ്റ് നമ്മളിങ്ങനെ തന്നെ അങ്ങ് വിട്ടേക്കുക. എന്നിട്ട് നമുക്ക് വൈപ്പ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകിയെടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിലി സ്കിൻ ആണെന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി വാം വാട്ടറിൽ തുടച്ചെടുക്കണം. നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ യൂസ് ചെയ്യണം. ഇത് നല്ലൊരു മോയ്സ്ചറൈസർ ഇടണം. ഡ്രൈ സ്കിന്നിനുള്ള നമ്മളൊരു മോയ്സ്ചറൈസറും കൂടെ ഇട്ട് നമ്മുടെ ടാൻ പാക്ക് വൈൻഡപ്പ് ചെയ്യാം. സൺസ്ക്രീന്, നല്ലൊരു മോയ്സ്ചറൈസർ, ഇതൊക്കെ ഇടണം. പിന്നെ ഒരു 7 ദിവസം ഇത് പരീക്ഷിച്ചിട്ട് എനിക്ക് റിസൾട്ട് പറയണം. ഓക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം.
അറ്റ് എ ടൈം റിസൾട്ടാണ്. നമുക്ക് ക്യാമറയിൽ കൂടെ എങ്ങനെ കാണുന്നെന്ന് അറിയത്തില്ല, നേരിട്ട് നോക്കിക്കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. എല്ലാവരും പരീക്ഷ നോക്ക്.